വഖഫ് നിയമത്തിനെതിരായ പ്രതിഷേധത്തെ തുടർന്ന് മണിപ്പൂരിലും അസമിലും നിരോധനാജ്ഞ ഏർപ്പെടുത്തി. മണിപ്പൂരിലെ ലിലോങ്ങിലും അസമിലെ ശ്രീഭൂമി, പാതർകണ്ടി എന്നിവിടങ്ങളിലുമാണ് നിരോധനാജ്ഞ ഏർപ്പെടുത്തിയത്. ഡി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഈ കയ്യിൽ കറുത്ത ബാൻഡ് കെട്ടി പ്രതിഷേധിച്ചതിനും മറ്റും വലിയ കടുത്ത നടപടികളൊക്കെ എടുത്തിരുന്നു. അവർക്കൊക്കെ നോട്ടീസ് 300ഓളം പേർക്ക് നോട്ടീസ് അയക്കുകയും വീട് കത്തിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രതിഷേധമായി നടക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ സാഹചര്യത്തിലാണല്ലോ ഇപ്പോഴത്തെ വീണ്ടും നിരോധനാജ്ഞ രണ്ടിടങ്ങളിൽ. വിശദാംശങ്ങൾ എന്താണ് ബാലഗോപാൽ? മോദി, ഗുഡ് മോർണിംഗ്. ഈ വഖഫ് നിയമത്തിനെതിരായ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആസാമിലെ 2 സ്ഥലങ്ങളിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആസാമിലെ ശ്രീഭൂമി, പാതർകണ്ടി എന്നിവിടങ്ങളിലാണ് നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധം നടന്നിരുന്നു. ഈ അനുവദിക്കപ്പെട്ടതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഈ പ്രതിഷേധ പ്രകടനങ്ങളിൽ പങ്കെടുത്തുവെന്നാണ് അസം പോലീസ് പറയുന്നത്. അതുപോലെ തന്നെ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ ഈ പ്രചാരണം നടത്തി കൂടുതൽ പേരെ ഈ പ്രതിഷേധ പരിപാടികളിൽ സമാഹരിക്കുകയും സംഘടിപ്പിക്കുകയും അവർ ഈ സർക്കാർ ഓഫീസുകൾക്ക് നേരെ, സർക്കാർ വസ്തുവകൾക്ക് നേരെയൊക്കെ വലിയ തോതിലുള്ള ആക്രമണം നടത്തി എന്നുമാണ് അസം പോലീസ് പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീഭൂമി, പാതർകണ്ടി എന്നീ 2 സ്ഥലങ്ങളിൽ ഇപ്പോൾ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ കൂട്ടം ചേരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിലക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടെ മണിപ്പൂരിലെ ലിലോങ്ങിൽ അതായത് കഴിഞ്ഞ ദിവസം ഈ അക്രമ സംഭവമുണ്ടായ മണിപ്പൂരിലെ ലിലോങ്ങിൽ ഇപ്പോൾ കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ലിലോങ്ങിലാണ് ഈ വഖഫ് നിയമ ഭേദഗതിയെ അനുകൂലിച്ച BJPയുടെ സംസ്ഥാന മണിപ്പൂരിലെ ന്യൂനപക്ഷ മോർച്ച അധ്യക്ഷൻ ഈ മുഹമ്മദ് അസ്കർ അലിയുടെ വീട് തീയിട്ടത്. അതിനുശേഷം അവിടെ സംഘർഷം നടന്നിരുന്നു. ഇപ്പോൾ അവിടുത്തെ ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത് ഏതാണ്ട് 5000-ലധികം പേരാണ് ഈ അസ്കർ അലിയുടെ വീട്ടിന് നേരെ ഉണ്ടായ അക്രമ സംഭവങ്ങളിൽ പങ്കെടുത്തതെന്നാണ്. തുടർന്ന് ആണ് അവിടെ ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഈ ലിലോങ് നിയമസഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ ഇപ്പോൾ കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അനിശ്ചിതകാല കർഫ്യൂ ആണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി കേന്ദ്രസേനയും ലിലോങ്ങിൽ വിന്യസിച്ചിട്ടുണ്ട്. മോത്തി. ശരി ബാലഗോപാൽ.